കാഴ്ചയ്ക്ക് വെളിച്ചം വീശുന്ന ഈ കവിത കഥാപ്രസംഗ രൂപത്തിൽ ഞാൻ അവതരിപ്പിച്ചു കൊള്ളട്ടെ. ചന്ദനക്കട്ടിൽ. വേമ്പല നാട്ടിലെ തമ്പുരാന്റെ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം. കട്ടിൽ കടയുവാനായി കിഴക്കൻ കാട്ടിലെ ചന്ദനം തന്നെ വേണം. വേമ്പലനാട് ഇന്നത്തെ കോട്ടയം. പണ്ട് കട്ടിൽ കിടക്കുവാനുള്ള സൗഭാഗ്യം തമ്പുരാന്മാർക്കും തമ്പുരാട്ടിമാർക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് സത്യം. പൊതുജനങ്ങൾ തറയിൽ പാവിരിച്ച് കിടന്നുകൊള്ളണം. കട്ടിലിൽ കിടക്കുവാൻ സൗഭാഗ്യമുള്ള തമ്പുരാട്ടിക്ക് കട്ടിലില്ലാഞ്ഞിട്ടല്ല, പുതിയ മട്ടിൽ ഒന്ന് ചന്ദനത്തിൽ തന്നെ വേണം. ആനക്കൊമ്പാകണം മേലാപ്പീട്, ആനമുഖം വേണം കാലുകളിൽ. ആനക്കൊമ്പാകണം മേലാപ്പീട്, ആനമുഖം വേണം കാലുകളിൽ. തമ്പുരാട്ടിയുടെ മോഹം അറിഞ്ഞ ഉടനെ തമ്പുരാൻ കൽപ്പനയായി. ആരെവിടെ? മേനോക്കിയച്ഛനോട് വരാൻ പറയൂ. മേനോക്കിയച്ഛൻ എന്നാൽ കാര്യസ്ഥനാണേ. തമ്പുരാന്റെ കൽപ്പന കേട്ടയുടനെ മേനോക്കിയച്ഛനും തച്ചന്മാരും നായന്മാരും ഒക്കെയായി ഒരു വൻ പട തന്നെ വാക്കത്തെയും കോടാലിയും വേണ്ടി തമ്പുരാനെ ഓച്ചാനിച്ച് തൊഴുതിറങ്ങി. ചന്ദനവനം തേടി അലയുന്ന അവരുടെ മുന്നിൽ തമ്പുരാട്ടിയുടെ രൂപഭംഗി തെളിയുകയായി. തഴമ്പു കൊണ്ടു കടഞ്ഞ പോലെ താവുമൊളി പൂണ്ട തമ്പുരാട്ടി, താരകനിന്റെ മണം പുരണ്ടും കണകാലോളം ചുരുണ്ടിരുണ്ടും മുല്ലപ്പൂമാല കോരുത്തൊരുങ്ങി നല്ല മുടിയാർന്ന തമ്പുരാട്ടി, വേമ്പന നാട്ടിലെ തമ്പുരാട്ടി. കുന്നും മലയും കുറ്റിക്കാടുകളും താണ്ടി അവർ ചന്ദനമരം തേടി യാത്രയായി. ചന്ദനമരം തേടി അലയുന്ന അവരുടെ കാതിൽ തമ്പുരാന്റെ കൽപ്പന മുഴങ്ങുകയാണ്. തടിമൂത്ത ചന്ദനം കൊണ്ടല്ലാതെ പണികളൊന്നാരും വരിക വേണ്ട. തലയും ചൊറിഞ്ഞു തിരിച്ചു വന്നാൽ തലയോട് കൂടെ വിടില്ലൊരാളെ. അരുവിയും കുറ്റിക്കാടുകളും താണ്ടി നടന്ന് നടന്ന് അവർ ഉച്ചയായി. വിശപ്പും ദാഹവും കൊണ്ട് അവരുടെ കൈയും കാലും തളർന്നു. വിശപ്പും ദാഹവും സഹിക്കവയ്യാതെ അവർ കയ്യിൽ കരുതിയിരുന്ന പൊതിച്ചോറുണ്ണുവാനായി ഒരു അരുവിയുടെ തീരത്തേക്കിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഒരാൾ ചോദിച്ചു, അങ്ങോട്ട് നോക്കൂ, എന്താണ് കാണുന്നത്? അരുവിതൻ വക്കിൽ കുറച്ചകലത്ത് ഒരു മരം ചന്ദനം തന്നെയല്ലേ. പരമരം കണ്ടു തഴക്കമാർന്ന തലവനാശാരി ചെന്നരികെ ഇടതു കൈ പത്തി വിലങ്ങനെ വെച്ച് ഇടതു പുരികം സ്ഫുരിച്ചു നോക്കി. ഇല്ല, ചന്ദനം തന്നെ. കേട്ടയുടനെ എല്ലാവരും അരുവിയിൽ കൈകൾ കഴുകി ചന്ദനമരത്തിനടുത്തേക്ക് ഓടിയെത്തി. ഒരാൾ ഒരു ചെറുചില്ല കൊത്തിയെടുത്ത് മണത്തു നോക്കി. ആഹാ, ചന്ദനത്തിന്റെ നനുത്ത ഗന്ധം. തോർത്തുമുണ്ടെടുത്ത് അരയിൽ കെട്ടി മുണ്ടൂർ മുറുക്കി കെട്ടി അവർ വാക്കത്തെയും കോടാലിയും എടുത്ത് ചന്ദനമരത്തിന് ചുറ്റും നിന്ന് ആഞ്ഞു വെട്ടാൻ ഒരുങ്ങിയപ്പോൾ ഒരു ശബ്ദം, ഒരു കരച്ചിൽ. വെട്ടല്ലേ കൊത്തല്ലേ നായന്മാരെ, വെട്ടല്ലേ കൊത്തല്ലേ തച്ചന്മാരെ, വെട്ടല്ലേ കൊത്തല്ലേ നായന്മാരെ, വെട്ടല്ലേ കൊത്തല്ലേ തച്ചന്മാരെ. പിന്നെ കോടാലികൾ ഉയർന്നില്ല. അവർ നിന്നിടത്തു നിന്ന് പരസ്പരം നോക്കി. എന്താണ് ആ ശബ്ദം? ആരുടെയാണ് ആ ശബ്ദം? വല്ല വനദേവതയോ ആണോ? ഇനി വല്ല യക്ഷിയോ മറ്റോ ആണോ? നമുക്ക് തിരിച്ചു പോയാലോ? ചന്ദനമരമില്ലാതെ എങ്ങനെ തിരിച്ചു ചെല്ലാൻ? തമ്പുരാൻ കൽപ്പിച്ച കൽപ്പനയോ മുന്നിലേക്കൊന്നു മിഴിച്ചു
തിരുമേനി കൽപ്പിച്ചിരിക്കയല്ലേ, തടികൂടാൻ അങ്ങോട്ട് ചെന്നുപോയാൽ തടിയും തലയും തിരിയുമല്ലോ. വരുന്നത് വരട്ടെ, ഞാൻ കയറി നോക്കാം, കൂട്ടത്തിൽ ഒരുവൻ പറഞ്ഞു. കുട്ടിയുടെ ശബ്ദമാണെന്ന് തോന്നുന്നു. ഇനി വല്ല യക്ഷ്യോ മറ്റോ ആണെങ്കിൽ പിടിക്കാതിരിക്കാൻ ഈ കത്തി അരയിൽ വെച്ചുകൊള്ളൂ. കൂട്ടത്തിലുള്ളവർ അവന് ധൈര്യം പകർന്നു. പേടിച്ചു വിറച്ച് നെഞ്ചൊഴിഞ്ഞ് ചില്ലകൾ മുറുക്കി പിടിച്ച് അവൻ മരത്തിന് മുകളിലേക്ക് ഒരുവിധം വലിഞ്ഞു കയറി. മരത്തിന് മുകളിൽ കണ്ട കാഴ്ച അവന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. കട്ടാവു കൊണ്ടു പുതച്ചവിടെ കുട്ടിയിരിക്കുന്നു കൺകുളിരെ, ഇരുളിനുള്ളിൽ കൊളുത്തി വെച്ച അരമക്കിങ്ങിണി വിളക്കുപോലെ, ചെമ്പറ്റൻ താരകമാ പൊന്തി വരും കൊച്ചു താര പോലെ, ചെമ്പട്ടിനുള്ളിൽ മിനുക്കി വെച്ച ചെമ്പുറ്റ മാണിക്യ കല്ലുപോലെ, ഇരുളിൽ കൊളുത്തി വെച്ച വിളക്ക് പോലെ, ആകാശത്തിലെ നക്ഷത്രം പോലെ, ചെമ്പുറ്റ മാണിക്യ കല്ല് പോലെ സുന്ദരിയായ ഒരു പെൺകുഞ്ഞ്. ഈ കുട്ടി ഈ പുത്തിൽ എങ്ങനെ എത്തി? ആരോമൽ കുഞ്ഞിനെ തക്കം നോക്കി ആനറാഞ്ചി പക്ഷി കൊണ്ടുപോന്നു, ആ മരപ്പത്തിൽ ഇരുത്തി പോലും ഓമനിച്ചങ്ങനെ പോറ്റി പോലും. റാഞ്ചി കൊണ്ടുവന്ന കുഞ്ഞിനോട് പക്ഷിക്ക് മാതൃ നിർവിശേഷമായ സ്നേഹം തോന്നി. അത് ആ കുഞ്ഞിനെ ലാളിച്ച് ഓമനിച്ച് വളർത്തി. പകൽ കൂടുവിട്ടിറങ്ങുന്ന ആ പക്ഷി തന്റെ കുഞ്ഞിനുള്ള കായ്കനികളും ശേഖരിച്ച് അന്തിയാകുമ്പോൾ തിരികെ കൂട്ടിലെത്തും. ആ കുഞ്ഞിന് സ്വന്തം അമ്മയെ പോലെയായി ആ പക്ഷി. ഇത്രയൊക്കെ ആണെങ്കിലും കുഞ്ഞിന് പൊത്തിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹമില്ലാതെയല്ല. പുത്തീന്നു പോരുവാനുണ്ട് മോഹം, പോരുവാൻ വയ്യാത്തതാണു പോലും, നിരവുറ്റ സ്നേഹമൂലം അമ്മ ചിറകിട്ടടിച്ചു മരിക്കും പോലും. ചെമ്പട്ടിൽ പൊതിഞ്ഞെടുത്ത അമ്പിളി കുഞ്ഞിനെ പോലെ ചെമ്പട്ടിൽ പൊതിഞ്ഞ് കട്യാവിൽ പൊതിഞ്ഞ് ആ കുഞ്ഞിനെ താഴ്ന്നിറക്കി. തങ്കക്കുടം പോലെ തേജസ്സുറ്റ ആ പെൺകുഞ്ഞിനെ അവർ നിലം തൊടിക്കാതെ വാരി പുണർന്നു. തമ്പുരാന്റെ കൽപ്പനയോർത്ത മേനോക്കിയച്ഛൻ പറഞ്ഞു, ഇനി മരം മുറിക്കാം. പത്തി പരത്തി പറന്നടുക്കും പാമ്പ് പോൽ കോടാലി പൊങ്ങിത്താന്നു, കടയറ്റ ചന്ദനം തലതിരിഞ്ഞ് ചുവടെ നീലം പതിച്ചെന്നു വീണു. ഇലയും ചില്ലകളുമെല്ലാം കൊത്തിമാറ്റി എല്ലാവരും ചേർന്നത് തോളിലേറ്റി ആഹ്ലാദാരവത്തോടെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. ഈ ആഹ്ലാദാരവത്തിനൊടുവിലും എല്ലാവരുടെയും നെഞ്ചിൽ തെല്ലോരാന്തലായി ഒരു ചോദ്യം ഉയർന്നു. ഈ പിഞ്ചു കുഞ്ഞിനെ എന്തു ചെയ്യും? പകൽ രാത്രിയോട് വിടവാങ്ങാൻ ഒരുങ്ങുകയാണ്. തന്റെ കുഞ്ഞിനുള്ള ഭക്ഷണവും ശേഖരിച്ച് തിരികെ വീട്ടിലെത്തിയ ആ പൈകിളി കണ്ടത് നെഞ്ചുലയ്ക്കുന്ന കാഴ്ചയാണ്. ചിറകാർന്നൊരമ്മ പറന്നു വന്നു, ചിരകാലം ചന്ദനം നിന്നരികിൽ, മരമില്ല കൂടില്ല കുഞ്ഞുമില്ല, മരവിപ്പൂ കീറി അതിനുടലിൽ, തല ചുറ്റിയിടുന്നതീനാ മരത്തിൻ ചുവടെ കറങ്ങി പറന്നിറങ്ങി. ഇല്ല, ഞാൻ എന്താണ് കാണുന്നത്? ഇവിടെ നിന്നിരുന്ന മരം എവിടെ? എന്റെ കൂടെ എവിടെ? എന്റെ കുഞ്ഞെവിടെ? കരഞ്ഞ് തളർന്ന് ആ പക്ഷി ഇരുളിൽ ഒരു മരച്ചില്ലയിൽ തങ്ങി. പകൽ മാഞ്ഞു, നിലാവെളിച്ചം പകർന്നു. ആ ഇരുട്ടിൽ ഏറെ ക്ഷീണിതയായി കരഞ്ഞു തളർന്ന് ജീവച്ഛവമായിരിക്കുന്ന പക്ഷി താഴെ നിലാവെളിച്ചത്തിൽ ചോരപ്പാട് പോലെ എന്തോ ഒന്ന് കണ്ടു. എന്താണത്? കനിപോലും അമ്മയ്ക്ക് കണ്ടറിവാൻ അടയാളമായിട്ട കൊച്ചു പൈതൽ, കട്യാവു തന്നെ
തന്റെ ഓമന കുഞ്ഞ് അടയാളമായി ഇട്ടിരിക്കുന്ന കട്യാവിന്റെ ചീന്തുകൾ നോക്കി ആ അമ്മ പക്ഷി ഏറെ ദൂരം പറന്നു ചെന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ അടയാളവും കാണാതെയായി. എങ്കിലും തന്റെ കുഞ്ഞിനോടുള്ള മാതൃനിർവിശേഷമായ സ്നേഹം ഒന്നുകൊണ്ട് മാത്രം തന്റെ കുഞ്ഞിനെ കൊണ്ടുപോയ മാർഗം മണത്ത് കണ്ടുപിടിക്കുകയാണ് ആ പക്ഷി. അമ്മതൻ സ്നേഹം തിരിച്ചറിഞ്ഞു പൊന്മകളെ കൊണ്ടു പോയ മാർഗം. അരമന തന്റെ അടഞ്ഞ വാതിൽ അരികത്തണഞ്ഞത് ചത്തു വീണു. കൊട്ടാരം അരമനയുടെ അടഞ്ഞ വാതിലിൽ തട്ടി ആ പക്ഷി ചത്തു വീണു. പാതി തുറന്ന കൊക്കുമായി ചത്തു കിടക്കുന്ന ആ പക്ഷിയെ കണ്ട് കൊട്ടാരം അരമന കാവൽക്കാർക്ക് പോലും തൊണ്ടയിടറി. ചന്ദന ചീളുകൾ കൊണ്ട് ചിതയൊരുക്കി വീരാലി പട്ടിൽ പൊതിഞ്ഞ് ആ മൃതദേഹം വീരോചിതമായി സംസ്കരിച്ചു. പൊള്ളുന്ന ഈ കാഴ്ച കണ്ട് ഇളം പൈതൽ പൊട്ടിക്കരഞ്ഞു. കാലമേറെ കടന്നുപോയി. ഇളം പൈതൽ വളർന്ന് സുന്ദരിയായി. ഇളംപുറം തമ്പുരാന്റെ തമ്പുരാട്ടിയായി. തന്റെ തമ്പുരാട്ടിക്ക് വേണ്ടി മട്ടുപ്പാവിൽ മറ്റൊരു ചന്ദന കട്ടിൽ തന്നെ പണി കഴിപ്പിച്ചിരിക്കുകയാണ്. തന്റെ പ്രിയതമയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ചിരിക്കുന്ന ആ കട്ടിലിലേക്ക് തന്റെ പ്രിയതമൻ അവളെ ആനയിക്കുകയാണ്. മട്ടുപ്പാവിലെ ആ കാഴ്ച കണ്ട് അവൾ എന്തോ ഓർത്തുപോയി. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയാണ്. അവളുടെ കണ്ണുകൾ നിന്നു രണ്ടും കവിളിലും കൂടി ഒലിച്ചു കണ്ണീർ. അവളുടെ കണ്ണുകളിൽ നിന്നു രണ്ടും കവിളിലും കൂടി ഒലിച്ചു കണ്ണീർ. ചിറകാർന്നൊരമ്മയെ പറ്റിയോർത്തോ ചിറക് വിടർത്തുന്ന ഭാഗ്യമോർത്തോ. ചിറകാർന്നൊരമ്മയെ പറ്റിയോർത്തോ ചിറക് വിടർത്തുന്ന ഭാഗ്യമോർത്തോ. ഉത്തരം കണ്ടെത്താൻ സഹൃദയരെ ചുമതലപ്പെടുത്തട്ടെ. പ്രസവിച്ചത് കൊണ്ട് മാത്രം അമ്മയാവണമെന്നില്ല. തന്റെ കുഞ്ഞിനു വേണ്ടി, തന്റെ ആരോഗ്യ പൈതലിനു വേണ്ടി സ്വജീവിതം ബലിയർപ്പിച്ച ഈ മാതൃസ്നേഹത്തിന് മുൻപിൽ ശിരസ് നമിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി.